ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണി നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. ഓം സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. 365 ശ്ലോകം നമുക്കൊന്നുകൂടി വായിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എല്ലാ ശ്ലോകവും പ്രധാനപ്പെട്ടതാണ് എങ്കിലും 365. ശ്രുതേ ശതഗുണം വിദ്യാത് മനനം മനനാദപി നിദിധ്യാസം ലക്ഷഗുണം അനന്തം നിർവികൽപകം. ശ്രുതേഹേ ശതഗുണം. മനനം എന്ന് വെച്ചാൽ എന്താ? യുക്തിഭദ്രമായിട്ടുള്ള ചിന്ത. ആ ചിന്തകളെല്ലാം ശ്രുതിക്ക് അനുകൂലമായിട്ട് ഉള്ള ചിന്തയാണ്. അല്ലാതെ സാധാരണ തോന്നിയ വഴിക്ക് ചിന്തകളെ കൊണ്ടുപോകുകയല്ല. ശ്രുതിക്ക് യുക്തിയും ശ്രുതിയും ഒക്കെയും കൂടി യോജിച്ച തരത്തിലുള്ള ചിന്ത, അതായത് ശ്രവണം ചെയ്തതിനെക്കുറിച്ചുള്ള ചിന്ത, അത് ശ്രവണത്തെക്കാളും 100 മടങ്ങ് ശ്രേഷ്ഠമാണ്. ശ്രുതേഹേ ശതഗുണം വിദ്യാത് മനനം. ഇനി പറയുകയാണ്, മനനം ലക്ഷഗുണം ശ്രേഷ്ഠമാണ്. മനനത്തെക്കാളും ലക്ഷഗുണം ശ്രേഷ്ഠമാണ് നിധിധ്യാസനത്തിൽ. നിധിധ്യാസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ അതായത് ധ്യാനം. അപ്പോൾ മനനത്തെക്കാളേറെ ശ്രേഷ്ഠമാണ് നിധിധ്യാസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതായത് ഈ നിധിധ്യാസനത്തിലൂടെയാണ് എത്ര കണ്ട് മനനത്തിലൂടെ ഒരുവന് വളരെ വ്യക്തമായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ വിപരീത ഭാവനകളിൽ ഒരുവനിലുണ്ട് എങ്കിൽ, വിപരീത ഭാവന, തെറ്റായ ധാരണ, ഇതൊക്കെ ഒരുവനിലുണ്ട് എങ്കിൽ വളരെയധികം വേരൂന്നിയിരിക്കുകയാണ്. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള വാസനകൾ അങ്ങനെ പോകില്ല. അപ്പോൾ ഈ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള വാസനാക്ഷയം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിധിധ്യാസനത്തിൻ്റെ പ്രസക്തി. അതായത് വിപരീത ഭാവനകളെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ആ വിപരീത ഭാവന ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഈ നിധിധ്യാസനം മനനത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി നിധിധ്യാസനത്തിൻ്റെയും അവധി അല്ലെങ്കിൽ പരിപൂർണത എന്നുള്ള നിർവികൽപ്പ സമാധി ഈ നിധിധ്യാസനത്തെക്കാളും അനന്തമടങ്ങ് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനർത്ഥം എന്നാൽ നേരിട്ട് നിർവികൽപ്പ സമാധി അങ്ങ് ചെയ്തുകൂടെ, നേരിട്ട് നിർവികൽപ്പ സമാധിയിലേക്ക് എടുത്ത് ചാടാം എന്നല്ല അതിനർത്ഥം. അത് സാധ്യവുമല്ല. ആർക്കും നേരിട്ട് നിർവികൽപ്പ സമാധിയിൽ ചെലവഴിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ലക്ഷ്യമാണ് നിർവികൽപ്പ സമാധി. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ് ശ്രവണ മനന നിധിധ്യാസനാദികൾ. ശ്രവണ മനന ജ്ഞാനത്താൽ മാത്രമേ അതിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുമുള്ളൂ. അപ്പോൾ ഈ ജ്ഞാനം എവിടെ നിന്നാണ് നേടുക? ഈ ജ്ഞാനത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ഇത് അറിയുന്നത് പോലും. നിധിധ്യാസനം ശ്രേഷ്ഠമാണ്, അതിലും ശ്രേഷ്ഠമാണ് നിർവികൽപ്പ സമാധി. ഇതെല്ലാം നമ്മൾ ശ്രുതിയിൽ നിന്നാണ് അറിയുന്നത്, അല്ലെങ്കിൽ ശ്രവണത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ശ്രവണത്തിൽ നിന്ന്
ജ്ഞാനം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രവണത്തിലൂടെയാണ് ജ്ഞാനം, അതായത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം, ആ അജ്ഞാനം മാറണമെങ്കിൽ ശ്രവണം മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രവണത്തിലൂടെ അജ്ഞാനം ഇല്ലാതെയാകുകയുള്ളൂ, ജ്ഞാനത്തിലൂടെ. ശ്രവണത്തിൽ നിന്നാണ് ഈ ജ്ഞാനം നേടുക. ഇനി ജ്ഞാനം നേടിയെങ്കിലും അത് സംശയരഹിതമാകണമെന്നില്ല. കുറച്ച് ചോദ്യങ്ങൾ പലയിടത്തുനിന്നും ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ ജ്ഞാനം, ഞാൻ നേടിയ ഈ ജ്ഞാനത്തിന് അത്രമാത്രം ഒരു അത്രമാത്രം നിഷ്ഠ ഉണ്ടായിട്ടില്ലല്ലോ ജ്ഞാനത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ജ്ഞാനത്തിൽ എനിക്ക് തന്നെ സംശയങ്ങൾ വരുന്നു. ഒരു നിമിഷം തോന്നുകയാണ് അതെങ്ങനെ ശരിയാകും, ഈ ശരീര മനോബുദ്ധികളുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ ശുദ്ധ ബ്രഹ്മമാകും, ഇങ്ങനെ ഒരു നിമിഷം പെട്ടെന്ന് ഒരു തോന്നുകയാണ്. അപ്പോൾ പിന്നെയും സംശയമായി, അവിടെ പിന്നെയും മനനത്തിലേക്ക് തിരിച്ചു പോകണം ആ സംശയങ്ങളെ നീങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംശയരഹിതമായിട്ടുള്ള ജ്ഞാനം മനനത്തിലൂടെ ഒരുവന് ലഭിക്കുന്നു. ഇത്രയും നേടിയാൽ പോലും വിപരീത ഭാവന വിപരീത ഭാവന ഉള്ളിടത്തോളം കാലം, ഈ വിപരീത ഭാവനയെ ഇല്ലാതാക്കാത്തിടത്തോളം കാലം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? നമ്മൾ ഇതിനു മുമ്പും കണ്ടു, വലിയ പണ്ഡിതനാകാം, പ്രജ്ഞാവാനപി പണ്ഡിതോപി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. വളരെയധികം പണ്ഡിതനൊക്കെ ആകാം, പക്ഷേ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് വഹിച്ചുകൊണ്ട് വന്ന ഈ വിപരീത ഭാവന, വാസനയുടെ താണ്ഡവം, അത് ഇല്ലാതാക്കണമെങ്കിൽ നിധിധ്യാസനത്തിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പം മനനത്താൽ സംശയങ്ങൾ ദൂരീകരിക്കാം. സംശയരഹിതമായിട്ടുള്ള ജ്ഞാനം വളരെയധികം ശ്രേഷ്ഠമാണ്. ശ്രവണത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു ഏകദേശ ധാരണയാണ് ലഭിക്കുക. ഞാൻ ആ സത്യസ്വരൂപമാണ് ഞാനെന്നുള്ള ഒരു ഏകദേശ ധാരണയാണ്. അത് ഊട്ടി ഉറപ്പിക്കുക മനനത്തിലൂടെയാണ് സംഭവിക്കുക. അപ്പോൾ സംശയരഹിതമായിട്ടുള്ള ജ്ഞാനം ആ ശ്രവണത്തെ അപേക്ഷിച്ച് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ നിധിധ്യാസനത്തിലുള്ള ശ്രേഷ്ഠത എന്നതുകൊണ്ട് നമ്മളുടെ വിപരീത ഭാവനകൾ, തെറ്റായ ധാരണ, ഇതെല്ലാം നീങ്ങി പിന്നെ അവിടെ സംശയരഹിതമായിട്ടുള്ള വാസനയാൽ ശല്യപ്പെടുത്താത്ത രീതിയിലുള്ള ആ ഒരു ജ്ഞാനം അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ സംശയരഹിതമായിട്ടുള്ള ജ്ഞാനമുണ്ട് എങ്കിലും വിപരീത ഭാവന നശിച്ചില്ല എങ്കിൽ ഒരു സാധകന് അതെപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇനി അപ്പോൾ എന്ത് പ്രശ്നമാണെന്നാണെങ്കിലോ ആ ഒരു ജീവൻ മുക്തി, ആനന്ദം, അതിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. ജീവൻ മുക്തി, ആനന്ദം അനുഭവിക്കാനായിട്ടൊന്നും സാധിക്കില്ല. ഈ വിപരീത ഭാവന നമ്മളെ അതിനൊന്നും അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിപരീത ഭാവനയെ നീക്കാൻ വേണ്ടിയിട്ട് നിധിധ്യാസനം ആവശ്യമാണ്. ആ നിധിധ്യാസനം തന്നെയാണ് നിർവികൽപ്പ സമാധിയിലേക്ക് ഒരുവനെ നയിക്കുന്നത്. ആ നിർവികൽപ്പ സമാധി എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണിതെല്ലാം. അപ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് ശ്രേഷ്ഠമായിരിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിർവികൽപ്പ സമാധിയാണ്. ഓക്കെ, ഇനി ഈ നിർവികൽപ്പ സമാധിയിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഒന്നുകൂടി ഈ ശ്ലോകം ഒന്ന് വായിക്കാം. ശ്രുതേശതഗുണം വിദ്യാത് മനനം മനനാദപി നിധിധ്യാസം ലക്ഷഗുണം അനന്തം നിർവികൽപകം നിർവികൽപസമാധിനാ സ്ഫുടം ബ്രഹ്മതത്വമവഗമ്യതേ ധ്രുവം നാന്യഥാ ചലതയാ മനോഗതേഹേ പ്രത്യയാന്തരവിമിശ്രിതം ഭവേത്. ഓക്കെ, നിർവികൽപ്പ സമാധിന, ഇതിങ്ങനെ പക്ഷേ വിവേക ചൂടാമണിയിൽ അത്രമാത്രം മീറ്ററുകളൊന്നുമില്ല നമ്മളുടെ നാരായണീയത്തെ അപേക്ഷിച്ച്. എങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. നിർവികൽപ്പ സമാധിയാൽ സ്ഫുടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തതെന്നൊക്കെ വളരെയധികം ക്ലിയറായിട്ട് വ്യക്തമായിട്ടുള്ള ബ്രഹ്മതത്വം, തത്വസാക്ഷാത്കാരം അവഗമ്യതേ, അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. പിന്നെയോ ധ്രുവം, വളരെ എന്താ പറയുക, ഇളക്കമില്ലാത്ത അന്യത വേറൊരു രീതിയിലും ഇല്ല. നിർവികൽപ്പ സമാധിയിലല്ലാതെ ഈ ജ്ഞാനം അത്രമാത്രം ഉറപ്പുള്ളതാകില്ല. ഇനിയോ
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചലതയാ. ചലതയ എന്ന് വെച്ചാലോ ഇങ്ങനെ ചലിക്കുന്നതിനാൽ, വേവറിങ് അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തതിനാൽ മനോഗതേഹേ മനസ്സിൻ്റെ പ്രത്യാന്തര വിമിശ്രിതം ഭവേത്. പ്രത്യാന്തര വിമിശ്രിതം, മനസ്സ് മറ്റ് പല ചിന്തകളുമായിട്ട് കൂടിക്കലരാനായിട്ട് തീരുന്നു. നമുക്കൊന്നുകൂടി ഇതിലേക്ക് വരാം. നിർവികൽപ്പ സമാധിയാൽ, അതായത് യാതൊരു വിധത്തിലുള്ള ദ്വൈതഭാവനയും ഇല്ലാത്ത നിർവികൽപ്പ സമാധിയിൽ ദ്വൈതത്തിന് ഒരു പ്രസക്തിയുമില്ല. അവിടെ ഏകമായിട്ടുള്ള ആ സത്ത അത് മാത്രം അവശേഷിക്കുകയാണ്. ഒരു തരത്തിലുള്ള വികല്പവും അവിടെ ഇല്ല. അപ്പോൾ ആ ആത്മസ്ഥിതനാകുക, അതാണ്, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. സ്വസ്ഥമായിട്ടിരിക്കുക, സ്വസ്മിൻ സ്ഥിതി, അല്ലെങ്കിൽ എന്താ സ്വരൂപമായിട്ടിരിക്കുന്ന അവശേഷിക്കുന്ന ആ ഒരവസ്ഥയാണ് നിർവികൽപ്പ സമാധി. അതിൽ സ്ഫുടം, വളരെ ക്ലിയറായിട്ട് ബ്രഹ്മതത്വം സാക്ഷാത്കരിക്കപ്പെടുന്നു നിർവികൽപ്പ സമാധിയിൽ. ചലതയ മനോഗത, മറ്റു തരത്തിലുമല്ല, മറ്റൊരു തരത്തിലും ഇത് സാധിക്കില്ലെന്ന അന്യത. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലതയ മനോഗതേഹേ, മനസ്സ് ചഞ്ചലമാണ്. വേറൊരു ഏത് തരത്തിലാണ് അത് സാധിക്കുക? മനസ്സിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഇനിയോ പ്രത്യാന്തര വിമിശ്രിതം, കാരണം മനസ്സ് മറ്റു തരത്തിലുള്ള ചിന്തകളുമായിട്ട് മിശ്രിതമായി അല്ലെങ്കിൽ കൂടിക്കലരുന്നു. അതായത് ബ്രഹ്മതത്വം എപ്പോഴും ശുദ്ധമായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. എന്നിലിപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തകളുടെ ഒരു താണ്ഡവം അവിടെ നടക്കുന്നുണ്ട് എങ്കിലും, ചിന്താശൂന്യമാണ് എങ്കിലും, ശുദ്ധമായിട്ടുള്ള ബ്രഹ്മം അങ്ങനെ തന്നെ. ഈ ശുദ്ധ ബ്രഹ്മത്തെ ഈ മനസ്സിലെ ചിന്തകളോ അല്ലെങ്കിൽ ചിന്താരാഹിത്യമോ ഒന്നും തന്നെ ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല. ചിന്തകളുള്ളപ്പോഴും ചിന്തകളില്ലായ്പ്പോഴും ഇല്ലാത്തപ്പോഴും ബ്രഹ്മതത്വം അത് അതേപടി, അല്ലെങ്കിൽ അതിൻ്റെ അതെങ്ങനെയാണോ ശോഭിക്കുന്നത് അതുപോലെ തന്നെ നിലകൊള്ളുന്നു. ഇനി ഇപ്പോൾ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകൾ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചിന്തകൾ മനസ്സിലുണ്ട് എങ്കിലും നിവൃത്തിം ച അല്ലേ, ഏത് മനസ്സിലെ സാത്വിക ചിന്തകളാണ് എങ്കിലും അല്ല എങ്കിൽ രാജസിക ചിന്തകളാണ് എങ്കിലും സാക്ഷാത്കാരം സിദ്ധിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമേ ഇല്ല. എങ്കിലും ഏതെങ്കിലും ചിന്തകളാൽ ബാധിതമാകുന്ന ഒരവസ്ഥ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അഹം നിർവികൽപ്പോ നിരാകാരൂപഃ ചിദാനന്ദരൂപം ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം. അതായത് തിരമാലകൾ അവിടെ ഉണ്ട് എങ്കിലും തിരമാലകളില്ല എങ്കിലും വെള്ളമായിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇനി അതുമല്ല എങ്കിലും സ്ഫടികത്തിൻ്റെ അടുത്ത് നീല നിറം വെച്ചാലും മഞ്ഞ നിറം വെച്ചാലും പച്ച നിറം വെച്ചാലും സ്ഫടികമാണ്. മറ്റു പലത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ സ്ഫടികത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സ്ഫടികത്തിന് ഒരു തരത്തിലുള്ള മാറ്റമോ അതിൻ്റെ നേച്ചറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സ്ഫടികമാണ്. സ്ഫടികത്തിൻ്റെ ആ ഒരു യഥാർത്ഥ രൂപം ഒരിക്കൽ ഒന്ന് ദർശിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് പച്ചയായും മഞ്ഞയായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടാലും അദ്ദേഹത്തിന് അറിയാം ഇത് സ്ഫടികമാണ്. അത് അതിൻ്റെ ആ ഒരു ചേർച്ചയാൽ അതിൻ്റെ അടുത്തിരിക്കുന്ന കളറുമായിട്ടുള്ള ചേർച്ചയാൽ അതിനങ്ങനെ സംഭവിച്ചതാണ് എന്ന് ഈ സ്ഫടികത്തെ അറിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ലാതെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, സാധാരണ സാധകരുടെ അവസ്ഥ എങ്ങനെയാണ്? മനസ്സ് കുറച്ച് നേരമൊക്കെ ശുദ്ധ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലും മനസ്സിലെ ചിന്തകളുമായിട്ട് താതാത്മ്യപ്പെട്ട് ആ ചിന്തകൾ നമ്മളെ വലിച്ചുകൊണ്ട് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി എന്നിട്ടോ അവിടെ നിന്ന് പിന്നെ വേറെ എന്തെങ്കിലും ഉറച്ച തീരുമാനമായിട്ടായിരിക്കും ധ്യാനം കഴിഞ്ഞ് ഏറ്റുവരിക പലപ്പോഴും, അല്ലേ? കാരണം എന്താ, മനസ്സിലെ ചിന്തകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തിനും ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിക്കോ ഒന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല.
പ്രശ്നം സാധകർക്കാണ് കേട്ടോ, പ്രശ്നം ഇതിന് നടുക്കുള്ളവർക്കാണ്. അറിയാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനും ഇല്ല കുഴപ്പങ്ങളൊന്നും. പക്ഷേങ്കിൽ ഈ സാധകരുടെ ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിർവികൽപ്പ സമാധിയിലൂടെ അല്ലാതെ ആ ജ്ഞാനം വളരെ സ്ഫുടമായിട്ട് ശോഭിക്കുകയില്ല, വേറെ ഒരു തരത്തിലുമില്ല. കാരണം എന്താ? മനസ്സിൻ്റെ അവസ്ഥ ഇതാണ്. മനസ്സിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് നമ്മളെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് മനസ്സ് മറ്റ് ചിന്തകളുമായിട്ട് കൂടിക്കലരും. അപ്പം ഇതൊന്നുമില്ലാത്ത മനസ്സ് പൂർണ്ണമായിട്ടും ആത്മാവിൽ മുങ്ങിയിരിക്കുന്ന ആ ഒരവസ്ഥയാണ് എന്തെന്ന് പറയുക? നിർവികൽപ്പ സമാധി എന്ന് പറയുക. ആ നിർവികൽപ്പ സമാധിയിൽ ഒരു മഹാത്മാവ് ജ്ഞാന സ്വരൂപനായിട്ട് അല്ലെങ്കിൽ ജ്ഞാനമായിട്ട് തന്നെ ബ്രഹ്മമായിട്ട് തന്നെ അവസ്ഥിതമാകുന്ന ഒരു അവസ്ഥയാണത്. അവസ്ഥ എന്നും പറയാവോന്ന് പറ്റില്ല, വാക്കിൻ്റെ പരിമിതി എല്ലായിടത്തും കാണും. ഓക്കെ, ഒന്നുകൂടി നമുക്കിത് വായിക്കാം. നിർവികൽപ്പസമാധിനാ സ്ഫുടം ബ്രഹ്മതത്വമവഗമ്യതേ ധ്രുവം നാന്യഥാ ചലതയാ മനോഗതേഃ പ്രത്യയാന്തരവിമിശ്രിതം ഭവേത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അധസമാധസ്വ യതീന്ദ്രിയസൻ നിരന്തരം ശാന്തമനാഃ പ്രതീചി വിധ്വംസയ ധ്വാന്തമനാദ്യ വിദ്യയാ കൃതം സതേകത്വവിലോകനേന അധസമാധസ്വ യതേന്ദ്രിയസൻ നിരന്തരം ശാന്തമനാഃ പ്രതീചി വിധ്വംസയ ധ്വാന്തമനാദ്യ വിദ്യയാ കൃതം സതേകത്വവിലോകനേന. അധഃ അതുകൊണ്ട് സമാധസ്വ മനസ്സിനെ ശാന്തമാക്കുക. മനസ്സിനെ മനസ്സിനെ ശാന്തമാക്കുക. സമാധസ്വ എങ്ങനെ ശാന്തമാക്കണം? യഥേന്ദ്രിയസൻ നിരന്തരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിരന്തരം, ഇവിടെ നിരന്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് നേരത്തെ നിയന്ത്രണമൊന്നുമല്ല, നിരന്തരം എല്ലായ്പ്പോഴും ശാന്തമനാസൻ യഥേന്ദ്രിയസൻ പ്രതീചി മനസ്സിനെ അല്ലേ, ഈ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗയുടെയും അതായത് മറ്റ് ഹഠയോഗം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെയൊക്കെ പ്രസക്തി എന്നുള്ളത്, അവരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിൻ്റെ വൃത്തി നിരോധം സംഭവിപ്പിക്കുക എന്നുള്ളതാണ്. ചിത്തവൃത്തി നിരോധത്തെ കൊണ്ട് എത്തിക്കുക, അതായത് മനസ്സ് പൂർണ്ണമായിട്ടും ശാന്തമായിട്ടുള്ള ചിന്തകളെല്ലാം വിലീനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രതീചി. എന്നിട്ടോ അങ്ങനെയുള്ള മനസ്സിനെ പ്രതീചി എന്ന് വെച്ചാൽ പ്രത്യേകാത്മാവെന്ന് വെച്ചാലോ നമ്മളുടെ അന്തരാത്മ, ഇന്നർ കോർ, അങ്ങനെയുള്ള അന്തരാത്മാവിൽ സതേകത്വ വിലോകനേന ആ അന്തരാത്മാവിൽ ലയിപ്പിക്കുക മനസ്സിനെ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ സതേകത്വ വിലോകനേന, ആ വിലോകനേന കാണാനായിട്ട്, അല്ലെങ്കിൽ ദർശനം, സതേകത്വ ദർശനം, ആ ഏകത്വത്തെ ദർശിക്കാനായിട്ട് സാധിക്കും. സത്ത് മാത്രമാണ് അവിടെയുള്ള ആ ഒരു അവസ്ഥ, ഏകത്വം മാത്രമാണ്. അത് സാക്ഷാത്കരിക്കാനായിട്ട് സമർത്ഥമാകുന്നു. എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ടുള്ള മനസ്സിനെ നിരന്തരം പരിശ്രമത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് അത് പ്രത്യേകാത്മാവിൽ അതിനെ വിലയം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഏകത്വം ദർശിക്കാനായിക്കൊണ്ടിട്ട് സമർത്ഥമാകുന്നു. എന്നിട്ടോ വിധ്വംസയാം, അങ്ങനെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ മനസ്സിനെ പൂർണ്ണമായിട്ടും പ്രത്യേകാത്മാവിൽ ലയിപ്പിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ദ്വാന്തം വിധ്വംസയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുക. എന്തിനെ നശിപ്പിക്കേണ്ടത്? ധ്വാന്തം, അജ്ഞാനധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. അതെവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഭാഗവതത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ധ്വാന്തം എന്നുള്ളത് ഇരുട്ടാണ്. നമ്മളുടെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം അജ്ഞാനം, ഇരുട്ട് തന്നെ, അജ്ഞാനം തന്നെ ഇരുട്ട്. അപ്പം അനാദിയായിട്ടുള്ള വിദ്യ എന്ന് തുടങ്ങിയെന്ന് പോലും അറിയില്ല.
അനാദിയായിട്ടുള്ള ഈ അവിദ്യ ഉണ്ടാക്കി വരുത്തി വച്ചിട്ടുള്ള അജ്ഞാനത്തെ നശിപ്പിക്കൂ. എങ്ങനെയാണ് നശിപ്പിക്കാൻ സാധിക്കുക? ആദ്യം മനസ്സിനെ ശാന്തമാക്കണം. എന്നിട്ടോ ഇന്ദ്രിയ നിഗ്രഹത്തോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിരന്തരം ഇതിനായിക്കൊണ്ടിട്ട് ഒരു സാധകം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ആ ശാന്തമായിട്ടുള്ള മനസ്സിനെ പ്രത്യേകാത്മാവിൽ അന്തരാത്മാവിൽ ലയിപ്പിക്കുമ്പോൾ അജ്ഞാനത്തിൻ്റെ നാശമുണ്ടാകും. അതോടൊപ്പം തന്നെ ഏകത്വം ദർശിക്കാനായിട്ട്, ഏകത്വം സാക്ഷാത്കരിക്കാനായിക്കൊണ്ടിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ ഒരവസ്ഥ നേടിയെടുക്കണമെന്ന്. എത്ര കാലമാണ് ഇങ്ങനെ സംസാരത്തിൽ തേരാപാല ഇങ്ങനെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൗരവമായിട്ട് തന്നെ എടുക്കുകയാണ്. എനിക്ക് ഈ ഒരു അവസ്ഥ നേടണം. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താ ചെയ്യേണ്ടത് നമുക്ക് നാളെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ശ്ലോകങ്ങൾ, ഇന്നെടുത്ത ശ്ലോകം 2 ശ്ലോകമാണല്ലോ എടുത്തുള്ളൂ. ഓക്കെ, 2 ശ്ലോകം എടുത്തുള്ളൂ. 2 ശ്ലോകം നമുക്കൊന്നുകൂടി ചൊല്ലിയിട്ട് നമുക്കിതിപ്പോൾ അവസാനിപ്പിക്കാം. നിർവികൽപസമാധിനാ സ്ഫുടം ബ്രഹ്മതത്വമവഗമ്യത്തെ ധ്രുവം നാന്യഥാ ചലതയാ മനോഗതേഃ പ്രത്യയാന്തരവിമിശ്രിതം ഭവേത്. അധഃ സമാധത്സ്വയതേന്ദ്രിയസ്സൻ നിരന്തരം ശാന്തമനാഃ പ്രതീചി വിധ്വംസയ ധ്വാന്തമനാദ്യവിദ്യയാ കൃതം സദേകത്വവിലോകനേന. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.